നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പിന് അവസാനം. 2025 കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജ് നേടി. 2ാം റാങ്ക് എറണാകുളം ചെറായി സ്വദേശി ഹരികൃഷ്ണൻ ബൈജുവും 3ാം റാങ്ക് കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജുവും നേടി. 86,549 പേരാണ് ആകെ പരീക്ഷ എഴുതിയത്. 76,230 പേരാണ് യോഗ്യത നേടിയത്. യഥാസമയം മാർക്ക് വിവരം സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 67,705 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫാർമസി എൻട്രൻസ് വിഭാഗത്തിൽ 33,425 പേർ പരീക്ഷ എഴുതി. 27,841 പേർ റാങ്ക് ലിസ്റ്റിലുണ്ട്. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇന്ന് രാവിലെയാണ് പോലീസ് ആസ്ഥാനത്തെത്തി റവാഡ ചന്ദ്രശേഖർ അധികാരമേറ്റത്. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എച്ച് വെങ്കടേഷിൽ നിന്നും റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ ബാറ്റൺ ഏറ്റുവാങ്ങി. ഭാര്യാസമേതനായാണ് റവാഡ ചന്ദ്രശേഖർ അധികാരമേറ്റെടുക്കാനായി പോലീസ് ആസ്ഥാനത്തെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് റവാഡ ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയത്. പോലീസ് ആസ്ഥാനത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം രാവിലെ 10:30 വിമാനത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി. പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള റവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരാണ് നടന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറിന് 58.50 രൂപയാണ് കുറച്ചത്. 1,671 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില. കഴിഞ്ഞ 4 മാസത്തിനിടെ 140 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കുറഞ്ഞത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പ്രതിസന്ധിക്ക് പരിഹാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ എത്തിച്ചു. ലാത്തോക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു. ഇതോടെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ഉപകരണങ്ങൾ എത്തിച്ചത്. മാറ്റിവെച്ച എല്ലാ ശസ്ത്രക്രിയകളും ഇന്നു മുതൽ പുനരാരംഭിക്കും. ലാത്തോകാസ്റ്റ് പ്രോബ് ഉപകരണമില്ലാതെ വന്നതോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞത്. അതേസമയം യൂറോളജി വകുപ്പ് മേധാവിയായ ഹാരിസ് ചെർക്കലിന്റെ തുറന്നു പറച്ചിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുന്നു. അതേസമയം യൂറോളജി വകുപ്പ് മേധാവിയായ ഹാരിസ് ചെർക്കലിന്റെ തുറന്നു പറച്ചിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഡോക്ടേഴ്സ് ദിനമായി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ നടൻ ബാലചന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തി നടി അറസ്റ്റിൽ. നടി മീനു മുനീറാണ് അറസ്റ്റിലായത്. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിക്ക് കോടതി നോട്ടീസ് നൽകി. ബാലചന്ദ്ര മേനോനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ മിനു ലൈംഗിക അതിക്രമണ ആരോപണം ഉന്നയിച്ചിരുന്നു. രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴച്ചു. യുവാവിന് ദാരുണാന്ത്യം. നടുവേദന ചികിത്സിക്കാൻ കുടുംബത്തോടൊപ്പം നടന്ന് ആശുപത്രിയിലെത്തിയ ഗൃഹനാഥൻ മരിച്ചു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതിലെ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തിരുവാങ്കുളം സ്വദേശി ബിജു ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. 3 ശസ്ത്രക്രിയ ബിജുവിന് നടത്തിയിട്ടുണ്ട്. കീഹോൾ ശസ്ത്രക്രിയ നടത്തുന്നതിനാണ് 27-ന് ബിജു ആശുപത്രിയിലെത്തിയത്. ഇന്നലെയായിരുന്നു മരണം. സംഭവത്തിൽ എടത്തല പോലീസാണ് ആശുപത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. എറണാകുളം പെരുമ്പാവൂരിൽ പരീക്ഷാപ്പേടിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പെരുമ്പാവൂർ പൊക്കൽ സ്വദേശി അക്ഷരയാണ് മരിച്ചത്. പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ചെലാമറ്റത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് ഈ വിദ്യാർത്ഥി MSWന് പഠിച്ചിരുന്നത്. രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ വീട്ടുകാരാണ് കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്നാണ് പെരുമ്പാവൂർ പോലീസ് പറയുന്നത്. കാട്ടാനാക്രമണം. 8 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. പത്തനംതിട്ട കോന്നി കുമരംപേരൂരിലെ കാട്ടാനാക്രമണത്തിൽ 8 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. കാട്ടാനയെ തുരത്താനുള്ള ദൗത്യത്തിനിടെയാണ് ജീവനക്കാർക്ക് നേരെ ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായതോടെയാണ് വനം വകുപ്പ് ആനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങിയത്. വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നായി 64 ജീവനക്കാരാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്.
NK സുധീറിനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീറിനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ അറിയിച്ചു. സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ DMK സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. നാളെ ASFന്റെ വിദ്യാഭ്യാസ ബന്ദ്. കൊല്ലം ജില്ലയിൽ നാളെ ASF വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. SFI പ്രവർത്തകർ ASF പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പലയിടങ്ങളിലും SFI പ്രവർത്തകർ ASFന് നേരെ ആക്രമണം നടത്തിയെന്നും കലാലയങ്ങളിൽ അക്രമരാഷ്ട്രീയം ഏറ്റവും കൂടിയ ജില്ലയായി കൊല്ലം മാറിയെന്നും ASF ആരോപിച്ചു.